വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ആണ്. ഇന്ന് പ്രധാനമായിട്ട് 4 ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കണേ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ആത്മകഥകളെ കുറിച്ചാണ്. അപ്പൊ നമുക്കറിയാം, പല പ്രധാനപ്പെട്ട വ്യക്തികളുടെയും ആത്മകഥകൾ നമ്മളോട് ചോദിക്കാറില്ലേ? അപ്പൊ നമ്മൾ പഠിക്കാട്ടാ. അപ്പൊ ആത്മകഥ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയത് ആരൊക്കെ അറിയോ നിങ്ങൾക്ക്? ആത്മകഥ EMSന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. അതുപോലെ തന്നെ KR ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. അപ്പൊ EMS, KR ഗൗരിയമ്മ, അതുപോലെ തന്നെ അന്ന ചാണ്ടി. പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേര് മാത്രമേ ടീച്ചർ പറയുള്ളൂ കേട്ടോ. കുറെ ആൾക്കാർ ഇതിൽ വേറെ ഉണ്ട്. അന്ന ചാണ്ടി, അതുപോലെ തന്നെ KM മാണി. ഇവരുടെയൊക്കെ ആത്മകഥയുടെ പേര് എന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കാം. ഇനി അടുത്തത് എന്റെ കഥ എന്നത് ആരുടെ ആത്മകഥയാണ്? എന്റെ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്റെ കഥ ആരുടെയാണ്? മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് എന്റെ കഥ എന്ന ആത്മകഥ. അടുത്തത് എന്റെ ജീവിതകഥയാണെങ്കിലോ? എന്റെ ജീവിതകഥ എന്റെ ജീവിതകഥ എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? AK ഗോപാലൻ അഥവാ AKG ആണ്. എന്റെ ജീവിത സ്മരണകൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമല്ലേ എന്റെ ജീവിത സ്മരണകള്? ആരുടെ എന്റെ ജീവിത സ്മരണകള്? കേരളത്തിലെ മദൻ മോഹൻ മാളവി ആരാണ്? മന്നത്ത് പത്മനാഭൻ അല്ലെ, ഭാരത കേസരി എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെയാണ് എന്താ എന്റെ ജീവിത കഥ എന്ന് പറയുന്നത് അല്ലെ. ഇനി എന്റെ ബാല്യകാല സ്മരണകൾ, അതും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്റെ ബാല്യകാല സ്മരണകൾ ആരുടെയാണ്? ബാല്യകാല സ്മരണകൾ എന്ന് പറയുന്നത് ആരുടെയാ? C അച്യുതമേനോന്റെയാണ്. ആരുടെയാണ്? C അച്യുതമേനോൻ. ശരിക്കും നമ്മൾ കുട്ടി കുട്ടി ടോപ്പിക്കുകളാ പറയണേച്ചാലും കുറച്ചധികം പഠിക്കാണ്ട് ഇല്ലേ? കഴിഞ്ഞ ദിവസവും 6 ടോപ്പിക്സ് ഇട്ടുണ്ടായിരുന്നു. ചിലത് കുറച്ചുള്ളൂ, ചിലത് കുറച്ച് കൂടുതലുണ്ട്. അവസാനം ഇപ്പൊ വലിയ ടോപ്പിക്കുകളെ അപേക്ഷിച്ച് നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ള കുറേയധികം കാര്യങ്ങളാണ്. ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുന്നതോടുകൂടി എന്റെ മക്കൾ ഉറപ്പായിട്ടും എല്ലാവരും നല്ല മാർക്ക് നേടുന്നുള്ളത് ടീച്ചർക്ക് നല്ല ഉറപ്പാ. പറയണ പോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം, എന്നാലേ കാര്യമുള്ളൂ കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾ നോക്കൂ, തകഴിയുടെ ആത്മകഥ. തകഴിക്ക് 2 ആത്മകഥയുണ്ട്. ഒന്ന് എന്റെ വക്കീൽ ജീവിതം എന്നാണ്. എന്റെ വക്കീൽ ജീവിതം എന്നത് തകഴിയുടെ ആത്മകഥയാണ്. എന്റെ വക്കീൽ ജീവിതം. അതുപോലെ തന്നെ ഓർമ്മയുടെ തീരങ്ങളിൽ ഓർമ്മയുടെ തീരങ്ങളിൽ ഇത് രണ്ടും ആരുടെയാണ്? തകഴിയുടെ എന്താണ്? ആത്മകഥയാണ് കേട്ടോ. ഏതാണ്? ഓർമ്മയുടെ തീരങ്ങളിൽ എന്റെ വക്കീൽ ജീവിതം. ക്ലിയർ ആയോ മക്കളെ? ഇനി അടുത്ത് നോക്കിയേ, ഓർമ്മയുടെ തീരങ്ങളിൽ തകഴിയുടെ ആണെങ്കിൽ ഓർമ്മയുടെ അറകൾ ആരുടെയാണ്? ഓർമ്മയുടെ അറകൾ ആരുടെയാണ്? ബഷീറിന്റെയാണ് കേട്ടോ. ഓർമ്മയുടെ അറകൾ എന്ന് പറയുന്ന ആത്മകഥ രചിച്ചത് ആരാണ്? ബഷീറാണ്. അടുത്തത് എല്ലാവർക്കും അറിയുന്ന ഒരു ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഏതാ കണ്ണീരും കിനാവും? ആരുടെയാ? കണ്ണീരും കിനാവും ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട്. അടുത്തത് നോക്കൂ, കാവ്യ ലോക സ്മരണകൾ. കാവ്യ ലോക സ്മരണകൾ ആരുടെയാണ്? കാവ്യലോക സ്മരണ വൈലോപ്പിള്ളിയുടെ ആത്മകഥയാണ്. വൈലോപ്പിള്ളിയുടെ ആത്മകഥയുടെ പേരാണ് കാവ്യലോക സ്മരണകൾ എന്ന് പറയണേ. അടുത്തത് ചിദംബര സ്മരണ. ചിദംബര സ്മരണ എന്ന് പറയുന്നത് ആരുടെയാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആത്മകഥയാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആത്മകഥയാണ് ചിദംബര സ്മരണ. ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ക്ലിയർ ആയില്ലോ? ഇങ്ങനെയാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള അടുത്തൊരെണ്ണാണ് കണ്ണാന്തളി. കണ്ണാന്തളി പൂക്കളുടെ കാലം. പറയാൻ പറ്റുമോ ആരുടെയാന്ന്? കണ്ണാന്തളി പൂക്കളുടെ കാലം. ആരാ പറയാ കണ്ണാന്തളി പൂക്കളുടെ കാലം? പറഞ്ഞു വല്ലവരും കിട്ടിയല്ലോർക്കും. MT വാസുദേവൻ നായരുടെയാണ്. അടുത്തത് എപ്പോഴും ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് മൈ സ്ട്രഗിൾ. അറിയാം അല്ലെ? ആരുടെയാണ്? EK നായനാർ. EK നായനാരുടെയാണ് എന്താ മൈ സ്ട്രഗിൾ എന്ന് പറയുന്നത്. അടുത്തത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സർവീസ് സ്റ്റോറി. സർവീസ് സ്റ്റോറി എന്റെ IAS ദിനങ്ങൾ. സർവീസ് സ്റ്റോറി എന്റെ IAS ദിനങ്ങൾ എന്ന് പറയുന്നത് മലയാറ്റൂരിന്റെ ആത്മകഥയാണ്. ആരുടെയാണ്? മലയാറ്റൂരിന്റെ ആത്മകഥ. എന്നിലൂടെ
എന്ന് പറയുന്ന കൃതി, എന്നിലൂടെ എന്ന ആത്മകഥ ആരുടെയാണ്? നമ്മുടെ കുഞ്ഞുണ്ണി മാഷ്ടെയാണ്. കുഞ്ഞുണ്ണി മാഷ്ട ആത്മകഥയുടെ പേര് എന്നിലൂടെ എന്നാണ്. ഇനി അടുത്തത് പോക്കുവയിൽ മണ്ണിലെഴുതിയത്. എന്താണ്? പോക്കുവെയിൽ. പോക്കുവെയിൽ മണ്ണിലെഴുതിയത്. പോക്കുവെയിൽ മണ്ണിലെഴുതിയത് എന്നത് ആരുടെ ആത്മകഥയാണ്? ONV കുറുപ്പിന്റെ ആത്മകഥയാണ്. ഇനി അടുത്തത് എന്താ പറയാ, അടുത്തത് പതറാതെ മുന്നോട്ട്. പതറാതെ മുന്നോട്ട് ആരുടെയാ? പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാ? കെ കരുണാകരന്റെ ആത്മകഥയാണ്. കെ കരുണാകരൻ പതറാതെ മുന്നോട്ട്. എന്റെ നാട് കടത്തൽ, അത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. എന്റെ നാട് കടത്തൽ ആരുടെയാണ്? സ്വദേശാഭിമാനിയുടെയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെയാണ് എന്റെ നാട് കടത്തൽ. എല്ലാവർക്കും അറിയാലോ. അടുത്തത് നോക്കൂ, കാലം സാക്ഷി. ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ചോദ്യം, സോറി, കാലം സാക്ഷി. കാലം സാക്ഷി. കാലം സാക്ഷി ആരുടെയാണ്? ഉമ്മൻചാണ്ടി. കാലം സാക്ഷി ആരുടെയാണ്? ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. ചോദിക്കാം കേട്ടോ. അടുത്തത് എല്ലാവർക്കും അറിയുണ്ടാവും, ചിരിക്കു പിന്നിൽ ആരുടെയാണ്? ഇന്നസെന്റിന്റെ അല്ലെ. ചിരിക്കു പിന്നിൽ ക്യാൻസർ വാർഡിലെ ജീവിതമൊക്കെ അദ്ദേഹത്തിന്റെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോ ചിരിക്കു പിന്നിൽ ആരുടെയാണ്? ഇന്നസെന്റിന്റെയാണ്. ധ്വനിപ്രയാണം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതും ചോദിച്ചിട്ടുണ്ട്. ധ്വനിപ്രയാണം. ധ്വനിപ്രയാണം എം ലീലാവതിയുടെയാണ് കേട്ടോ. എം ലീലാവതിയുടെയാണ് ധ്വനിപ്രയാണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട. ഇതോടുകൂടി ആത്മകഥകൾ പഠിച്ചു കഴിഞ്ഞു എന്നൊന്നുമല്ല, ധാരാളം ആത്മകഥകൾ വേറെ ഉണ്ട്. പ്രധാനപ്പെട്ട ആത്മകഥകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറെ. അത് പഠിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ പ്ലസ് ഇതും കൂടി പഠിക്കുക. ഇനി ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ച്. ഇപ്പൊ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് വംശനാശ ഭീഷണി നേരിടുന്നവയുണ്ട്, അടുത്ത വംശനാശ ഭീഷണി ഓൾറെഡി സംഭവിച്ചതുമുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് വംശനാശം? വംശനാശം സംഭവിച്ച ജീവികൾ എന്ന് ആദ്യം പഠിക്കുക. വംശനാശം സംഭവിച്ചവയെ ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വംശനാശം നേരിടുന്നവ ഏതെന്ന് അടുത്തത് പഠിക്കാട്ടാ. ശബ്ദം ക്ലിയർ അല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിക്കണം നിങ്ങൾക്ക് അല്ലെ. എന്റെ ആ ഒരു എന്താ പറയാ, എന്റെ ശബ്ദം ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പൊതുവെ നല്ല ആരോഗ്യമുള്ള സമയത്ത്. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ തുളച്ചു കയറുന്ന രീതിയിലുള്ള ഒരു ശബ്ദമായിരുന്നു. ഇപ്പൊ അത് തീരെ ഇല്ലാത്ത രീതിയിലായി. അപ്പോ വംശനാശം ഭീഷണി സംഭവിച്ചത് ഒന്ന് മൗറീഷ്യസിൽ ഉണ്ടായിരുന്ന ഡോഡോ എന്ന് പറയുന്ന പക്ഷി വംശനാശം സംഭവിച്ചു. ആഫ്രിക്കയിലെ, ഇതൊക്കെ വംശനാശം സംഭവിച്ചാട്ടാ, ആഫ്രിക്കയിലെ കാട്ടിൽ കാണപ്പെടുന്ന ഒരു തരം സീബ്ര ഉണ്ട്. ആ സീബ്രയിൽ പെടുന്ന ആ സീബ്ര വർഗത്തെ വിളിക്കുന്ന പേരാണ് ക്വാഗ. ഇപ്പൊ സീബ്ര എന്ന് മനസ്സിലാക്കാട്ടോ. ആഫ്രിക്കയിലെ കാട്ട് സീബ്ര ക്വാഗ. ഇനി അമേരിക്കയിലെ സഞ്ചാരി പ്രാവ്. അമേരിക്കയിലെ സഞ്ചാരി പ്രാവ്. ഓസ്ട്രേലിയയിലെ തൈലസിൻ. റഷ്യയിലെ കടൽ പശു. ഇനി കടുവയുടെ തന്നെ 3 ഉപവിഭാഗങ്ങളുണ്ട്, സ്പീഷീസുകള്. ഒന്ന് ബാലി, അടുത്തത് ജാവൻ, അടുത്തത് കാസ്പിയൻ. ഇതൊക്കെ തന്നെ വംശനാശം നേരിട്ടവയാണ്, ഓൾറെഡി വംശനാശം സംഭവിച്ചവയാണ്. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. കടുവ നേരിടുന്നു. ഹിമപ്പുലി, കടുവയുണ്ട്, അതുപോലെ തന്നെ എന്താണ് കടുവ, ഹിമപ്പുലി ട്ടോ. കടുവ, ഹിമപ്പുലി. അടുത്തത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഏഷ്യൻ സിംഹം. ഏതാണ്? ഏഷ്യൻ സിംഹം. കടുവ, ഹിമപ്പുലി, ഏഷ്യൻ സിംഹം. പിന്നെ ചുവന്ന പാണ്ട കേട്ടിട്ടുണ്ടാവും അല്ലെ. ചുവന്ന പാണ്ട. ഇനി അടുത്തത് ഗ്രേറ്റ് ഇന്ത്യൻ കണ്ടാമൃഗം കേട്ടിട്ടില്ലേ? ഗ്രേറ്റ് ഇന്ത്യൻ കണ്ടാമൃഗം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ടീച്ചർ പഠിപ്പിക്കണ കേട്ടാ. നീലഗിരി താറ്, നമ്മുടെ വരയാടുകൾ അല്ലെ.
ഇനി അടുത്തത് നമുക്കറിയാം സിംഹവാലൻ കുരങ്ങൊക്കെ നേരിടുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ മലബാർ വിരുഗ് വളരെ പ്രധാനമായിട്ട് മക്കളെ. മലബാർ വിരുഗ്, മലമുഴക്കി, ഏതാ വേഴാമ്പൽ, മലമുഴക്കി വേഴാമ്പൽ, കൃഷ്ണമൃഗം, കൃഷ്ണമൃഗം, സാങ്കായ് മാനുകൾ പ്രധാനപ്പെട്ടതാണ് ടീച്ചർ പറഞ്ഞ. ഇതൊക്കെ തന്നെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ എണ്ണം കുറയാൻ കാരണമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും തുടർന്ന് ഭൂമുഖത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമായവയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വംശനാശ ഭീഷണി വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്രത്യക്ഷമാവാൻ സാധ്യതയുള്ളതിനെയാണ് നമ്മള് വംശനാശ ഭീഷണി നേരിടുന്നത് പറയുന്നത്. നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിനെ കുറിച്ച് ഇപ്പൊ ടീച്ചർ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി അതൊക്കെ നമുക്കുണ്ട്. പക്ഷെ വേൾഡ് ഹിസ്റ്ററി ലാസ്റ്റ് ഗ്രേഡ് ഇല്ല. പക്ഷെ എന്നിരുന്നാൽ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഏതാണ് അച്ചുതണ്ട് ശക്തികൾ, ആരാണ് ത്രികക്ഷി സഖ്യം എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ. അപ്പൊ എന്താ വെച്ചാ ഈ ഒന്നാം ലോകമായതും 1857 റിവോൾട്ടും അതൊക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ ഫസ്റ്റ് വേൾഡ് വാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് ആദ്യം പറയാം. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ചേരികൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും ഒന്നിന്റെ പേര് ത്രികക്ഷി ത്രികക്ഷി സഖ്യം എന്ന് പറയും. അടുത്തതിന്റെ പേര് ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറയും. ഇപ്പൊ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമാണ് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ചേരികൾ. ഈ ത്രികക്ഷി സഖ്യത്തിൽ ആരൊക്കെയാ പറയുന്നത്? ഒന്ന് ജർമ്മനി, അടുത്തത് ഓസ്ട്രിയ, അടുത്തത് ഹംഗറി, അടുത്തത് ഇറ്റലി. ഇറ്റലി ഇറ്റലി ഇത്ര ആൾക്കാരാണ് ഏതിൽ പെടുന്നത്? ത്രികക്ഷി സഖ്യം. ജർമ്മനി ഉണ്ട്, ഓസ്ട്രിയയും ഹംഗറി ഉണ്ട്, ഇറ്റലി ഉണ്ട്. ഇതാണ് ത്രികക്ഷി സഖ്യം. എന്നാൽ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഏതാ പെടുന്നത്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇത് കാണാതെ തന്നെ പഠിച്ചു വെക്കുക കേട്ടാ. ഇനി രണ്ടാം ലോക മഹായുദ്ധം, സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ച് പറയുമ്പോ രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായ രണ്ട് പ്രധാന സൈനിക ചേരികളെ നമ്മൾ വിളിക്കുന്നു. ഒന്ന് അച്ചുതണ്ട് ശക്തി, അച്ചുതണ്ട് ശക്തി എന്നാണ് ഒന്ന് വിളിക്കണേ. അടുത്തതിനെ എന്താ വിളിക്കുക? സഖ്യശക്തികൾ എന്ന് വിളിക്കും. രണ്ടാമത്തതിനെ സഖ്യശക്തികൾ എന്ന് വിളിക്കും. അപ്പൊ അച്ചുതണ്ട് ശക്തിയിൽ പെടുന്നത് ഏതൊക്കെയാണ്? ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. സഖ്യശക്തിയിലോ ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇതെങ്ങനെയാലും പഠിച്ചു വെച്ചോളൂട്ടാ. ഇനി നമ്മളോട് ചോദിക്കാറുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചില രാജ്യങ്ങളുടെ നാഷണൽ ഗെയിംസ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ശരിക്കും കായിക വിനോദം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് ഇല്ല. ഹോക്കി നമ്മൾ പറയും, അത് ഇന്ത്യ ഔദ്യോഗികമായ ഒരു കായിക വിനോദമല്ല എങ്കിലും ഇന്ത്യയുടെ കായിക വിനോദമായി നമ്മൾ കണക്കാക്കുന്നത് ഹോക്കിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോക്കി പഠിക്കും. അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് അമേരിക്കയുടെ ബേസ്ബോൾ ആണ്. അമേരിക്കയുടെ കായിക ദേശീയ എന്താ പറയുന്നത്, നാഷണൽ ഗെയിംസ് ചോദിച്ചാൽ ബേസ്ബോൾ പറയും. അമേരിക്ക ബേസ്ബോള്. അടുത്തത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ്. അമേരിക്കയുടെ ബേസ്ബോൾ, ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ്. ഇപ്പോ എന്താ പറയുന്നത്, കളികളുടെ ഒക്കെ സീസൺ ആണ് എന്നുള്ളത് കൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇംഗ്ലണ്ടിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനെ കുറിച്ച് ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇംഗ്ലണ്ടിന് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ഫുട്ബോളും ഉണ്ട്, അടുത്ത ക്രിക്കറ്റും ഉണ്ട്. അപ്പൊ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇംഗ്ലണ്ട് കേട്ടാ. ഇപ്പൊ ഫുട്ബോളൊക്കെ നടക്കുകയാണ് അല്ലെ. ഇനി അടുത്തത് കാനഡ. എപ്പോഴും ചോദിക്കാറുണ്ട് കാനഡയുടെ എന്താ അറിയോ? ഐസ് ഹോക്കിയാണ് കേട്ടാ. ഐസ് ഹോക്കിയാണ് കാനഡയുടെ ഐസ് ഹോക്കി. അടുത്തത് ചൈനയുടെ ചോദിച്ചിട്ടുണ്ട്. ചൈനയുടെ എന്താ അറിയോ നിങ്ങൾക്ക്? ടേബിൾ ടെന്നീസ് ആണ്. ടേബിൾ ടെന്നീസ് ആണ് ആരുടെ? ചൈന ടേബിൾ ടെന്നീസ് ആണ്.
ഇനി അടുത്തത് ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, അതുപോലെ തന്നെ ന്യൂസിലൻഡ്. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക. സൗത്ത് ആഫ്രിക്ക, ന്യൂസിലൻഡ്, റഗ്ബി. ഇനി അടുത്തത് ഇന്ത്യ പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും ആജന്മ ശത്രുക്കളാണെങ്കിൽ കൂടി രണ്ടുപേരുടെയും കായിക വിനോദം ഒന്നാണ്. ഏതാണ്? ഹോക്കി. ശ്രീലങ്കയുടെ ഏതാണ്? ശ്രീലങ്കയുടെ വോളിബോൾ. ശ്രീലങ്കയുടെ ഏതാണ്? വോളിബോൾ. ഭൂട്ടാന്റെ ചോദിച്ചിട്ടുണ്ട്, അറിയോ നിങ്ങൾക്ക് ഭൂട്ടാന്റെ ഏതാന്ന്? ഭൂട്ടാന്റെ അമ്പെയ്ത്താണ് കേട്ടോ. ഭൂട്ടാന്റെ അമ്പെയ്ത്താണ്. ക്ലിയർ ആവണില്ലേ മക്കളെ? ഭൂട്ടാന്റെ അമ്പെയ്ത്താണ് എന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി അടുത്തത് റഷ്യക്കാര്. ഇത്തിരി ബുദ്ധിയുള്ള കൂട്ടത്തിലാ കൂടുതൽ അല്ലെ റഷ്യക്കാര്. ചെസ്സാണ് റഷ്യക്കാരുടെ. ബ്രസീല് എന്തായിരിക്കും ബ്രസീലിന്റെ? ഒന്ന് പറഞ്ഞേ നിങ്ങള്, ഒന്ന് പറഞ്ഞേ. ബ്രസീലിന്റെ ഏതാ? ഫുട്ബോൾ ആണ് അല്ലെ. ബ്രസീലിന്റെ ഏതാ? ഫുട്ബോൾ ആണ്. അടുത്തത് വളരെ പ്രധാനമാണ്, ബംഗ്ലാദേശ് കേട്ടോ. ബംഗ്ലാദേശിന്റെ എന്താന്ന് പറയോ? ബംഗ്ലാദേശിന്റെ കബഡിയാണ് കേട്ടോ. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം കബഡിയാണ്. ഇനി അടുത്തത് നേപ്പാളിന്റെ വോളിബോൾ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് 4 ടോപ്പിക്കുകളാ പഠിച്ചോ. ഹോട്ട് ടോപ്പിക്സ്. ആത്മകഥ പഠിച്ചു, നാഷണൽ ഗെയിംസ് പഠിച്ചു, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം, അച്ചുതണ്ട് ശക്തി, സഖ്യശക്തി തുടങ്ങിയവയെ പഠിച്ചു. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതും നേരിട്ടതും പഠിച്ചു അല്ലെ. അങ്ങനെ 4 ടോപ്പിക്കുകളാണ്. അപ്പൊ ഭംഗിയായിട്ട് ഇത് പഠിച്ചു തീർക്കാം. അടുത്ത ദിവസം മറ്റു ടോപ്പിക്കുകളുമായിട്ട് ടീച്ചറെ വീണ്ടും കാണാം കേട്ടോ.